മുതിർന്ന കോൺഗ്രസ് നേതാവ് പി തങ്കച്ചൻ അന്തരിച്ചു എന്ന വാർത്തയാണ് കഴിഞ്ഞ മണിക്കൂറിൽ പുറത്തുവന്നത്. 86 വയസ്സായിരുന്നു. ശ്വാസകോശ സംബന്ധമായ അസുഖത്തെ തുടർന്ന് ആലുവ രാജഗിരി ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയവെയാണ് അന്ത്യം സംഭവിച്ചത്. നിതിൻ അംബുജൻ ആലുവയിൽ നിന്ന് ചേർന്ന് കൂടുതൽ വിവരങ്ങളുമായി. നിതിൻ, എത്ര ദിവസമായി ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുകയായിരുന്നു പി തങ്കച്ചൻ? എന്താണ് ഈ പെട്ടെന്നുള്ള ഈ അന്ത്യം സംഭവിക്കാനുള്ള കാരണം? അത്രയും ഗുരുതരമായിരുന്നു ആരോഗ്യസ്ഥിതി? ഒപ്പം തന്നെ ഇനിയിപ്പോൾ അടുത്ത നടപടിക്രമങ്ങൾ എന്താണ്? സംസ്കാര ചടങ്ങ് അതിന്റെ തീരുമാനമായിട്ടുണ്ടോ? വിശദാംശങ്ങൾ എന്താണ്? പ്രജിൻ, കഴിഞ്ഞ രണ്ടാഴ്ച കാലമായി കോൺഗ്രസിന്റെ മുതിർന്ന നേതാവ് പി തങ്കച്ചൻ ആലുവയിലെ രാജഗിരി ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. ശ്വാസ സംബന്ധമായ അസുഖത്തെ തുടർന്ന് ഓഗസ്റ്റ് 15-നാണ് അദ്ദേഹത്തെ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുന്നത്. ഇതിനിടയിൽ അദ്ദേഹത്തിന് ശ്വാസകോശ അണുബാധയെ തുടർന്ന് പിന്നീട് ആരോഗ്യാവസ്ഥ മോശമാവുകയാണ് ചെയ്തത്. പക്ഷേ കഴിഞ്ഞ ദിവസമൊക്കെ തന്നെ അവരുടെ ബന്ധുക്കളുമായി സംസാരിച്ചപ്പോൾ അവർ വ്യക്തമാക്കിയത് ആരോഗ്യനിലയിൽ മാറ്റമുണ്ട്. ഡോക്ടേഴ്സും എല്ലാം തന്നെ അത് തന്നെയാണ് വ്യക്തമാക്കിയത്. പക്ഷേ ഇന്ന് വീണ്ടും ആരോഗ്യനില മോശമാവുകയാണ് ചെയ്തത്. എന്തായാലും 4-നോട് തന്നെ അദ്ദേഹത്തിന്റെ അന്ത്യം സംഭവിച്ചു. 86 വയസ്സായിരുന്നു. മുൻ KPCC അധ്യക്ഷൻ, അതോടൊപ്പം തന്നെ UDF കൺവീനർ എന്ന നിലയിലടക്കം അദ്ദേഹം പ്രവർത്തിച്ചിരുന്നു. 2004 മുതൽ 18 വരെയാണ് UDFന്റെ കൺവീനറും, അതോടൊപ്പം തന്നെ 82 മുതൽ 2001 വരെ പെരുമ്പാവൂർ MLA ആയിരുന്നു. അങ്ങനെ ജനനം അംഗമാലിയാണെങ്കിൽ പോലും പെരുമ്പാവൂരായിരുന്നു അതിന്റെ രാഷ്ട്രീയ തട്ടകം. ഇന്നിപ്പോൾ അതിന്റെ ഭൗതികദേഹം ആലുവ ആശുപത്രിയിൽ തന്നെ സൂക്ഷിക്കും. നാളെ രാവിലെ 10 മണിയോട് തന്നെ പെരുമ്പാവൂർ ആശ്രമ റോഡിലെ അദ്ദേഹത്തിന്റെ വസതിയിലേക്ക് കൊണ്ടുപോകും. അതിനുശേഷം 11 മണിയോട് തന്നെ പെരുമ്പാവൂരിലെ വസതിയിൽ വെച്ച് പൊതുദർശനം ആകും. പിന്നീട് മറ്റന്നാൾ വൈകിട്ടാണ് സംസ്കാര ചടങ്ങ്. വൈകിട്ട് 3 മണിക്ക് നെടുമ്പാശ്ശേരി അകപ്പറമ്പ് പള്ളിയിലാണ് സംസ്കാര ചടങ്ങുകൾ നടക്കുക. പൊതുദർശനം നാളെ വീട്ടിലായിരിക്കും ഉണ്ടാവുക എന്നാണ് ഇപ്പോൾ കോൺഗ്രസ് നേതാക്കളെല്ലാം തന്നെ വ്യക്തമാക്കിയിരിക്കുന്നത്. എന്തായാലും വലിയ നഷ്ടമാണ് കോൺഗ്രസ് സംബന്ധിച്ച്, തീരാ നഷ്ടം എന്ന് തന്നെ പറയാം. പ്രത്യേകിച്ചും എറണാകുളത്തിന്റെ എല്ലാം തന്നെ ഒരു കാലത്തെ ഒരു കോൺഗ്രസ് മുഖമായിരുന്നു പി തങ്കച്ചൻ. പിന്നീടാണ് അദ്ദേഹം സംസ്ഥാന രാഷ്ട്രീയത്തിലടക്കം സജീവമായി തന്നെ ഉണ്ടായത്. നമുക്കറിയാം, 14 വർഷം UDF കൺവീനർ എന്ന നിലയിൽ അദ്ദേഹം പ്രവർത്തിച്ചിരുന്നു. അങ്കമാലിയിൽ നിന്ന് അഭിഭാഷകനായിട്ടാണ് അദ്ദേഹം പെരുമ്പാവൂരിൽ എത്തുന്നത്. പിന്നീട് പെരുമ്പാവൂരിലെ ഒരു മുഖമായി തന്നെ അദ്ദേഹം ഉയരുകയായിരുന്നു. 1968 മുതൽ 80 വരെ പെരുമ്പാവൂർ നഗരസഭാ ചെയർമാനായിരുന്നു. 68-ൽ അദ്ദേഹം ആ സ്ഥാനമേൽക്കുമ്പോൾ രാജ്യത്തിന്റെ ഏറ്റവും പ്രായം കുറഞ്ഞ ചെയർമാൻ എന്ന നിലയിൽ തന്നെ അദ്ദേഹം ശ്രദ്ധ നേടിയിരുന്നു. പിന്നീട് 82 മുതൽ അദ്ദേഹം പെരുമ്പാവൂർ നിയമസഭാ മണ്ഡലത്തിനും പെരുമ്പാവൂരിൽ അദ്ദേഹം നിയമസഭയിലെത്തി. 2001 വരെ അദ്ദേഹം പെരുമ്പാവൂരിൽ നിന്നും നിയമസഭയിൽ എത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇതിനിടയിൽ മന്ത്രിയായും അതോടൊപ്പം നിയമസഭാ സ്പീക്കറായും ഈ നിലയിലൊക്കെ തന്നെ അദ്ദേഹം പ്രവർത്തിച്ചിരുന്നു. നിയമസഭാ സ്പീക്കർ എന്ന നിലയിൽ അദ്ദേഹത്തിന്റെ പ്രവർത്തനം ഏറെ ശ്രദ്ധ നേടിയിരുന്നു. അതോടൊപ്പം തന്നെ എടുത്തു പറയേണ്ട കാര്യം, അദ്ദേഹം സംഘടനാ തലത്തിലും അദ്ദേഹത്തിന്റെ ഒരു ശ്രദ്ധേയമായ ഒരു നേതൃസ്ഥാനത്തെത്തിയത് UDF കൺവീനർ എന്ന നിലയിലാണ്. 14 വർഷം അദ്ദേഹം UDFനെ അദ്ദേഹം നയിച്ചു എന്നത് ഏറെ ശ്രദ്ധേയമായ ഒരു കാര്യമാണ്. പ്രത്യേകിച്ച് ഉമ്മൻചാണ്ടി ഭരണകാലത്ത് പല വിവാദ വിഷയങ്ങളൊക്കെ തന്നെ ഉയർന്നപ്പോഴും മുന്നണിയെ ഒറ്റക്കെട്ടായി കൊണ്ടുപോകുന്നതിൽ പി തങ്കച്ചന്റെ പങ്ക് വലിയ പങ്കായിരുന്നു എന്ന് കോൺഗ്രസ് നേതാക്കളടക്കം എടുത്തു പറയുന്നുണ്ട്. ആ ഒരു പശ്ചാത്തലത്തിൽ നിന്ന് അദ്ദേഹത്തിന്റെ ഒരു ഈ മുന്നണികളെല്ലാം തന്നെ ഏകോപിച്ച് കൊണ്ടുപോകുന്നതിൽ അദ്ദേഹത്തിന് വലിയ ഒരു ശ്രദ്ധേയമായ